ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AD അപ്ഡേറ്റ്സ്. അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ ദളപതി. ഇനി വീഡിയോയിലേക്ക് പോവാം. ഗോട്ട് സിനിമയുടെ ഗ്ലിംസ് വീഡിയോയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ സെക്കൻഡ് സിംഗിളിൻ്റെ പ്രോമോ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് പുറത്ത് വിട്ടിരുന്നു. സംഭവം എന്തായാലും നൈസ് പ്രോമോയായിരുന്നു. സോങ് പാടിയിരിക്കുന്നത് നമ്മുടെ ദളപതി വിജയും അതുപോലെ തന്നെ രാജ ഭവതരണിയാണ്. സോങ്ങിൻ്റെ പേര് ചിന്ന ചിന്ന കൺകളെന്നാണ്. സോങ് എന്തായാലും പ്രോമോ വൈസ് നൈസായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫീൽ ഗുഡ് സോങ് ആണ്. പിന്നെ ഈ സോങ്ങിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ദളപതിക്ക് ഫാമിലി ഉണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള ദളപതി വിജയ്, വൈഫ്, കുട്ടി, ഇവരൊക്കെയാണ് ഈ പ്രോമോയിലുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള ദളപതി വിജയുടെ ഫാമിലിയാണ്. എന്തായാലും ഇന്ന് 6 മണിക്ക് ഫുൾ സോങ് വരും. ഫുൾ സോങ് വന്നിട്ടേ നമുക്ക് ബാക്കി എന്തും പറയാൻ പറ്റൂ. പിന്നെ ഈ സോങ്ങിൽ എടുത്തു പറയാനുള്ളത് സോങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ദളപതിയുടെ വോയിസാണ്. ഒരു രക്ഷയില്ല. എന്തായാലും നല്ലൊരു ഫീൽ ഗുഡ് സോങ് പ്രതീക്ഷിക്കാം. ഇനി ഗ്ലിംസ് വീഡിയോയുടെ ഹിഡൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇന്നലെ രാത്രി 12:01 ഗ്ലിംസ് വീഡിയോ റിലീസ് ചെയ്തത്. അപ്പം തന്നെ കയറി കണ്ടു. എൻ്റെ പൊന്നോ, എജ്ജാതി ലെവൽ ഐറ്റം. വെങ്കട് പ്രഭു എന്നടാ പണി വെച്ചെടുക്കേ. ഹോളിവുഡ് ലെവൽ സ്റ്റഫ്. ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അജ്ജാതി ലെവൽ ക്വാളിറ്റി. ഗ്ലിംസിലെ കട്ട്സ് ആയിക്കോട്ടെ എല്ലാം വേറെ ലെവല്. ഒരു ഇന്ത്യ സിനിമയാണെന്ന് തന്നെ പറയില്ല. ഗ്ലിംസിലെ യുവൻ്റെ മ്യൂസിക്കും ഒന്നും പറയാനില്ല, പൊളിച്ചു. എന്തായാലും സംഭവം തകർത്തിട്ടുണ്ട്. ഇതുവരെ ഹൈപ്പ് ഇല്ലാണ്ടിരുന്ന ഗോട്ട് സിനിമയുടെ ഹൈപ്പ് ഇന്നലെ രാത്രി 12:01 തൊട്ട് അങ്ങ് ടോപ്പിലേക്ക് പോയിരിക്കുകയാണ്. ഇനി പിടിച്ച കിട്ടുമെന്ന് വരെ ഡൗട്ടാണ്. ഗ്ലിംസ് തുടങ്ങുന്നത് തന്നെ ഒരു ബൈക്ക് ചേസിങ് സീനിലാണ്. ലിയോയുടെ ചേസിങ് സീനിന് കിട്ടിയ നെഗറ്റീവ് ഗോട്ടിലെ ചേസിങ് സീനിലൂടെ മാറിക്കിട്ടുന്നുള്ള കാര്യം 100% ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അജ്ജാതി രീതിയിലാണ് വെങ്കട് പ്രഭു പണിയിട്ടുള്ളത്. ഗ്ലിംസിൽ 2 ദളപതിനെയും ഫേസ് റിവീൽ ചെയ്യുന്നൊരു സീനുണ്ട്. സംഭവം നൈസായിട്ടുണ്ട്. പ്രത്യേകിച്ച് DIG ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ദളപതി, അതായത് യങ്ങർ ക്യാരക്ടർ. പുള്ളിയുടെ ലുക്ക് എന്തായാലും കിടു. ഞാൻ കൊളാവുന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്, ബട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും VFXൻ്റെ ഫൈനൽ ഔട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇജാതി രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഔട്ട് വരുമ്പോൾ ഏത് ലെവലാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. സംഭവം എന്തായാലും തകർക്കും. ജസ്റ്റ് 49 സെക്കൻഡാണ് ഗ്ലിംസ് വീഡിയോയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് മിസ്റ്ററീസ് വെങ്കട് പ്രഭു തന്നിട്ടുണ്ട്. ഒരു കാര്യം കൺഫേം ആണ്, ഗോട്ട് എന്ന് പറയുന്ന സിനിമ കംപ്ലീറ്റ്ലി ഒരു മിസ്റ്ററി ത്രില്ലറാണ്. ഇനി ഹിഡൻ ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമത്തെ ഡീറ്റെയിൽസ്, 2 ദളപതിനെയും കുറേ വില്ലന്മാർ കാറിൽ ചേസ് ചെയ്ത് വരികയാണ്. 2 ദളപതിയും ബൈക്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് ഷൂട്ടും ചെയ്യുന്നുണ്ട്. യങ്ങറായിട്ടുള്ള ദളപതിയും ഏജ്ഡ് ആയിട്ടുള്ള ദളപതിയും കൂടിയാണ് ബൈക്കിൽ പോകുന്നത്. അതിൽ ഏജ്ഡ് ആയിട്ടുള്ള ദളപതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം കൺഫേം ആണ്, പുള്ളി ഒരു സയൻറ്റിസ്റ്റാണ്. പിന്നെ യങ്ങറായിട്ടുള്ള ദളപതിനെ ഇപ്പോഴും ഹ്യൂമൺ ആണോ എന്ന് നല്ല രീതിയിലുള്ള ഡൗട്ടുണ്ട്. ചിലപ്പോൾ ക്ലോണോ അല്ലെങ്കിൽ ഒരു റോബോയോ ആയിരിക്കാം. ഒരുപക്ഷെ വില്ലന്മാരെ അടുത്ത് നിന്ന് യങ്ങായിട്ടുള്ള ദളപതിനെ ഏജ്ഡ് ആയിട്ടുള്ള ദളപതി രക്ഷിച്ചുകൊണ്ട് പോകുന്നതും ആയിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമത്തെ ഡീറ്റെയിൽസ്, പടം കംപ്ലീറ്റ് ഒരു മിസ്റ്ററി ആണെന്ന് തോന്നാൻ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഗ്ലിംസിൻ്റെ അവസാനത്തെ 5 സെക്കൻഡ്സാണ്. സ്പീഡിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു പോയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ സംഭവം ഒരു മിസ്റ്ററി ത്രില്ലർ ആണെന്ന് 100% കൺഫേം ആണ്. മൂന്നാമത്തെ ഡീറ്റെയിൽസ്, ഇതുവരെ വന്ന ഗോട്ടിൻ്റെ പോസ്റ്ററിലൊക്കെ 3 ദളപതിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഏജ്ഡ് ക്യാരക്ടർ, മിഡിൽ ഏജ്ഡ് ക്യാരക്ടർ, യങ്ങർ ക്യാരക്ടർ. ഈ പ്രോമോയിലും മിഡിൽ ഏജ് ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അവസാന 5 സെക്കൻഡിലെ ഫസ്റ്റ് ഷോട്ട് മിഡിൽ ഏജ് ക്യാരക്ടറിനെ കാണിച്ചിട്ടാണ്. ഒരുപക്ഷെ ഇതെൻ്റെ മാത്രം തോന്നലാണ്, ഉറപ്പൊന്നുമില്ല. ഈ മിഡിൽ ഏജ്ഡ് ക്യാരക്ടറും ഗ്യാങ്ങും ആയിരിക്കാം യങ്ങർ ക്യാരക്ടറിനെയും ഏജ്ഡ് ക്യാരക്ടറിനെയും ആ ചേസ് ചെയ്യുന്നത്. കാരണം ഇതിൽ ദളപതിയുടെ ഫേസ് കണ്ടാൽ തന്നെ ഒരു വില്ലൻ ലുക്കാണ് ഉള്ളത്. മേ ബി സിനിമയിലെ മെയിൻ വില്ലൻ മിഡിൽ ഏജ്ഡ് ക്യാരക്ടർ ആയിട്ടുള്ള ആ ഒരു ദളപതി ആയിരിക്കാം. നാലാമത്തെ ഡീറ്റെയിൽസ്, ഈ ഒരു ഫ്രെയിമിലാണ് ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഒളിഞ്ഞു കിടക്കുന്നത്. ഈ ഫ്രെയിമിൽ കാണുന്നത് നമ്മുടെ യങ്ങർ ക്യാരക്ടർ ദളപതിയാണെന്ന് ഉറപ്പാണ്. ആ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇതിൽ ദളപതിയുടെ ഫ്രണ്ടിൽ ഒരുപാട് ടെക്നോളജീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പീക്ക് ഓഫ് 11 ബില്യൺ ബൈ 2015, അതായത് ഗോട്ട് ഒരു ടൈം ട്രാവൽ സിനിമയാണ്. ഇതിൽ നിന്ന് തന്നെ അത് കൺഫേം ആയിട്ടുണ്ട്. അഞ്ചാമത്തെ ഡീറ്റെയിൽസ്, ഈ ഫ്രെയിമിൽ തന്നെ കുറച്ച് താഴെയായിട്ട് ചൈനീസിൽ എന്തോ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് കമ്പനീസ് 238 എന്നാണ്.
ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇത് ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അവിടെയാണ് നമ്മുടെ ദളപതി, അതായത് യങ്ങർ ക്യാരക്ടറായിട്ടുള്ള ദളപതി വന്നിട്ടുള്ളത്. ഈ DNA ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് കമ്പനീസിൽ ചെയ്യുന്നത്. ഈ ഒരു പ്ലേസ് മിക്കവാറും നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ദളപതിയുടെ ആവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഈ ഫ്രെയിമിൽ തന്നെ ടോപ്പിൽ ഒരു റോബോട്ടിൻ്റെ, അതായത് ജസ്റ്റ് ഒരു ക്ലോണിനെ പോലെ ഒരു സംഭവത്തിന് ഫ്രെയിമിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ദളപതി നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ബ്ലൂ കളറിൽ ഒരു വലിയ ബോക്സ് കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ഈ ക്ലോൺ സിനിമകളൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ക്ലോൺസിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഇതുപോലെ ഒരു വാട്ടറിലിട്ട് ഇങ്ങനെ ഒരു ബോക്സിലായിരിക്കും വെക്കാറ്. പക്ഷേ ഇത് ക്ലോൺ ബേസ്ഡ് സിനിമയാവാനും ചാൻസ് ഉണ്ട്. നമ്മളൊക്കെ മുമ്പ് പറഞ്ഞ പോലെ യങ്ങറായിട്ടുള്ള ദളപതി ഒരു ക്ലോൺ ആവാനും ചാൻസ് കൂടുതലാണ്. 6ാമത്തെ ഡീറ്റെയിൽസ്, അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ദളപതി കാറിൽ വരുന്നതാണ്. അതിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ ദളപതിക്ക് എതിരെയായിട്ട് ബോർഡൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ദളപതി ഒരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ മൂപ്പരുടെ പരീക്ഷണം പാളിപ്പോയിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നിരിക്കണം. അത് ആ നാടിന് തന്നെ ആപത്തായി വരുന്ന രീതിയിലായിരിക്കണം വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കണം ദളപതിക്ക് എതിരെയായിട്ട് ഈ ആൾക്കാരൊക്കെ ബോർഡ് പിടിച്ച് നിൽക്കുന്നത്. 7ാമത്തെ ഡീറ്റെയിൽസ്, നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഫയർ എഞ്ചിനും അതുപോലെ തന്നെ ഒരുപാട് ആംബുലൻസുകളും പോലീസുകാരുകളൊക്കെയാണ്. അതൊരു ആക്സിഡൻ്റ് ഏരിയയാണ്. ആ ചേസിങ് സീനിന് ശേഷമുള്ള എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം അവിടെ നടന്നിട്ടുണ്ടാവുക. 8ാമത്തെ ഡീറ്റെയിൽസ്, അടുത്ത സീനിൽ കാണിക്കുന്നത് തീയിൽ നിന്ന് ഓടി വരുന്ന ദളപതിനെയാണ്. ഈ ലുക്ക് കണ്ടിട്ട് ഏജ്ഡ് ക്യാരക്ടറിൻ്റെ ലുക്കും അല്ല, മിഡിൽ ഏജ്ഡ് ക്യാരക്ടറിൻ്റെ ലുക്കും അല്ല, യങ്ങർ ക്യാരക്ടറിൻ്റെ ലുക്കും അല്ല, ഇത് വേറൊരു ലുക്കാണ്. സോ ദളപതി 3ൽ കൂടുതൽ ലുക്കിൽ ഗോട്ട് സിനിമയിൽ വരുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ കൺഫേം ആണ്. ടൈം ട്രാവൽ ബേസ് ചെയ്ത് വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടങ്ങളിലുള്ള ലുക്ക് ആയിരിക്കാം. 9ാമത്തെ ഡീറ്റെയിൽസ്, ഈ ഒരു സീനിൽ നമ്മുടെ ദളപതി ഒരുത്തനെ ചാടി കിക്ക് ചെയ്യുന്നുണ്ട്. ദളപതിയുടെ കയ്യിലാണെങ്കിലും സ്യൂട്ട് കേസ് പോലെ ഒരു സംഭവമുണ്ട്. ആ സ്യൂട്ട് കേസിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസ് ആയിരിക്കാം. അത് തട്ടിയെടുക്കാൻ വരുന്ന വില്ലന്മാരെ ദളപതി അടിച്ചു കൂട്ടുന്നു, സ്വാഭാവികം. ഇനി ലാസ്റ്റ് ഡീറ്റെയിൽസ്, ഇതിൽ നമ്മുടെ ദളപതിയുടെ, അതായത് ഏജ്ഡ് ആയിട്ടുള്ള ദളപതിയുടെ ഫോട്ടോ വെച്ച് അതിൽ ഒരാൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സീനാണ് ഇതിൽ ലാസ്റ്റ് സീനായി കാണിച്ചിട്ടുള്ളത്. ഇതാരാ ഷൂട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല, ബട്ട് ഈ ഒരു പിക്ക് കണ്ടിട്ട് ദളപതി ഏതോ വലിയൊരു ക്രിമിനൽ ആണെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഈ വാണ്ടഡ് ലിസ്റ്റിലൊക്കെ ഇടുമല്ലോ, അതുപോലെ. ഒരുപക്ഷെ ഈ സയൻറ്റിസ്റ്റ് വിജയും പക്ക ഒരു വില്ലൻ ആയിരിക്കാം. ഇതിൽ ശരിക്കും വെങ്കട് പ്രഭു കൊടുത്തിരിക്കുന്നത് എ വെങ്കട് പ്രഭു ഹീറോ എന്നാണ്. അത് മിക്കവാറും എ വെങ്കട് പ്രഭു വില്ലൻ എന്നായിരിക്കും. എന്തായാലും ഗ്ലിംസ് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇതൊരു യൂഷ്വലി ടിപ്പിക്കൽ വിജയ് പടം ആയിരിക്കില്ല, ഒരു പക്ക വെങ്കട് പ്രഭു സംഭവം തന്നെയാണ്. എന്തായാലും സെപ്റ്റംബർ 5 വേണ്ടി കട്ട വെയിറ്റിംഗ്. സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.